ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കിലെ 10ാമത്തെ ചാപ്റ്ററായ മാസ്റ്റർ മൈൻഡിനെ കുറിച്ചിട്ടാണ്. മാസ്റ്റർ മൈൻഡ് എന്നാൽ എന്താണ്, മാസ്റ്റർ മൈൻഡ് ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, അത് നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് അദ്ദേഹം ഈ ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ് മാസ്റ്റർ മൈൻഡ്? ഞാൻ ഇതിനു മുമ്പുള്ള ഇതേ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ തന്നെ പല ചാപ്റ്ററിലായിട്ട് മാസ്റ്റർ മൈൻഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ ഒരേ ഉദ്ദേശത്തോടു കൂടി ഒരേ ചിന്താഗതിയുള്ള ഒരു മനുഷ്യരുടെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരേ ഗോളിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ ഗ്രൂപ്പാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കിപ്പോൾ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് തോന്നുമ്പോൾ നമ്മൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് അത് ചർച്ച ചെയ്യുമ്പോൾ, ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യാസമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ചിന്തിക്കുന്നത് എന്നുള്ള ഒരാളുടെ അഭിപ്രായം വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അവർ നമ്മളെ ഡിസ്കറേജ് ചെയ്യാനോ നെഗറ്റീവ് കമൻസ് പറയാനോ ഉള്ളൂ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ സമാന ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ മറ്റ് ഫീൽഡിൽ അറിവുള്ളവരാണെങ്കിലും അങ്ങനെ കുറേ ആൾക്കാർ, അതായത് ഇപ്പോൾ ബിസിനസ്സുകാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അവരൊരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ചിലപ്പോൾ അവർക്ക് ഐഡിയ ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ മാർക്കറ്റിങ്, മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പല ഫീൽഡിൽ അറിവുള്ള ഒരു കൂട്ടം ഒരേ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ആൾക്കാരുടെ ഗ്രൂപ്പാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, എനിക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള കാര്യങ്ങളെക്കുറിച്ചറിയാം, അസുഖങ്ങളെക്കുറിച്ചറിയാം എന്നല്ലാതെ എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇതിൽ തപ്പിപ്പിടിക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വേറൊരാളുടെ സഹായം തേടേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ പല ഫീൽഡിൽ അറിവുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശക്തരായിരിക്കും. മാത്രമല്ല, അവർ ഈ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞ് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് പറ്റത്തില്ല. അപ്പം ഒരേ പോസിറ്റീവ് ചിന്താഗതിയുള്ള, ഒരേ ലക്ഷ്യത്തിൽ ഓടുന്ന ഒരു ആൾക്കാരുടെ ഗ്രൂപ്പാണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും അധികം വലിച്ചു നീട്ടിയൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ട് പറയും, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാൻ. നമുക്ക് കുഞ്ഞിലെ മുതലുള്ള പല ഫീൽഡിൽ നിന്നും പല ആവശ്യങ്ങൾക്കായിട്ട് പോയപ്പോൾ ഉള്ള പല സുഹൃത്തുക്കൾ കാണും. പക്ഷെ എല്ലാവരോടും നമ്മൾ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് വിജയിപ്പിച്ച ഒരാളുടെതല്ലാത്ത ഒരു ഉപദേശം നമ്മൾ കേൾക്കാനും പാടില്ല. ചില ആൾക്കാരുണ്ടായിരിക്കും, എന്ത് ചോദിച്ചാലും അവർക്ക് അതിനെപ്പറ്റി അഭിപ്രായം കാണും, അതിനെപ്പറ്റി ഒരു ഉപദേശം പറയാനും കാണും, പക്ഷെ അവരൊരു മുറുക്കാങ്കട പോലും വിജയിപ്പിച്ച് കാണത്തില്ല. അങ്ങനെയുള്ളവരുടെ അഭിപ്രായം നമുക്ക് എടുത്തിട്ട് പ്രയോജനമില്ല. എന്ന് പറയുന്നത് പോലെ, അങ്ങനെ എല്ലാവരോടും നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ അറിയേണ്ടത്, അതിലറിവുള്ള ഒരാളുടെ ഉപദേശമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, ഷോ യുവർ ഫ്രണ്ട്സ്, ഐ വിൽ ഷോ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് കാണിച്ചു തരൂ, ഞാൻ നിങ്ങളുടെ ഭാവി എന്താണെന്ന് പറയാം. കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ ആരുമായിട്ടാണോ നിരന്തരം സമ്പർക്കം വെച്ചിരിക്കുന്നത്, അവരുടെ രീതിയിലേ നമ്മളുടെ ചിന്തകളും പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ചുകൂടെ ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കം വെക്കുകയും അവരുടെ ഗ്രൂപ്പിൽ ഇടപെടുകയും ചെയ്താൽ നമുക്ക് കൂടുതൽ വിജയത്തിലേക്ക് എത്താം. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പലതരത്തിലാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. ഏതൊക്കെ തരത്തിലാണ്? നമ്മൾ തന്നെ ചില കാര്യങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട്, അല്ലെങ്കിൽ പരീക്ഷിച്ച് വിജയിച്ച് നമുക്ക് അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടും, സ്വന്തം അനുഭവം അങ്ങനെ കിട്ടും. അതല്ലാതെ നമുക്ക് ചിലപ്പം വേറൊരാളുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അവൻ അങ്ങനെ അന്ന് ചെയ്തിട്ട് ശരിയായില്ല, അല്ലെങ്കിൽ അതിങ്ങനെ കുറച്ചും കൂടെ നന്നാക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ വേറൊരാളുടെ എക്സ്പീരിയൻസ് കൊണ്ടും നമുക്ക് ചില അനുഭവങ്ങൾ കിട്ടും. ഇനി അതല്ലാതെ നമ്മുടെ സ്വന്തം സബ് കോൺഷ്യസ് മൈൻഡിന് നമുക്ക് കുഞ്ഞിലെ മുതലുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കുറച്ച് അറിവുകൾ കിട്ടും. അപ്പം അങ്ങനെ പല രീതിയിൽ കിട്ടുന്നത്. ഇപ്പം തന്നെ ഞാൻ ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞു തരുന്നത്, നെപ്പോളിയൻ ഹില്ല് വളരെ കഷ്ടപ്പെട്ട് 10-25 വർഷത്തെ അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ഫലമായിട്ട് 10-30,000 ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് എടുത്ത് തന്ന ബുക്ക് വായിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് പല കാര്യങ്ങൾക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകൾ, പലർക്ക് കിട്ടുന്ന പല അറിവുകൾ കാണും. അപ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയും ഒരാളുടെ നിന്ന് നമുക്ക് ഐഡിയ കിട്ടുകയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും, അപ്പം അങ്ങനെ ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ജീവിതത്തിൽ വിജയിച്ച ആളുകളെല്ലാം അങ്ങനെ ഒരു മാസ്റ്റർ മൈൻഡ് അവരുടെ കൂടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഹെൻറി ഫോർഡ് കച്ചവടം തുടങ്ങുന്ന സമയത്ത്
അദ്ദേഹം ഭയങ്കര പൈസക്കാരനൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിനും ദാരിദ്ര്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ലായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് പൈസ ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലെ വിജയിച്ച ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയും ഹെൻറി ഫയർസ്റ്റോണിനെ അദ്ദേഹം മീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അതിൽ മോട്ടിവേറ്റ് ആവുകയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പ്രകാരം ഇദ്ദേഹം ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഹെൻറി ഫോർഡിന്റെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൽ 50 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ 50 പേരുടെ ഒരു കൂട്ടം അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. അല്ലാതെ എല്ലാ ഫീൽഡും ഇപ്പം നമുക്ക് പഠിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ മഹാത്മാഗാന്ധി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 200 മില്യൺ ആൾക്കാരെ ഒരേ ഉദ്ദേശത്തിന്റെ പുറത്ത്, നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണമായിരുന്നു, പക്ഷെ അത്രയും പേരെ ലീഡ് ചെയ്ത് കൊണ്ടുപോവുക, ഒരേ ഉദ്ദേശത്തിന്റെ കീഴിൽ ഒരേ രീതിയിൽ അദ്ദേഹത്തിന്റെ സമരമുറകളുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ സുഭാഷ് ചന്ദ്രബോസും വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സമരമുറകളെക്കാളും ഗാന്ധിജിയുടേത് നല്ലതായിരുന്നു എന്നുള്ളത് കൊണ്ട് കുറേയധികം ആൾക്കാർ ഗാന്ധിജിയെ ഫോളോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അത്രയധികം ആൾക്കാരെ നമ്മുടെ കൂട്ടുക, അവരെ ലീഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ നമുക്ക് അങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അതുപോലെ നമ്മൾ എപ്പോഴും നമ്മളുടെ സമാന ചിന്താഗതിയുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് കൂടണം. ഇങ്ങനെ ഒരു മാസ്റ്റർ മൈൻഡ് വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടും. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടല്ലേ. ഇപ്പൊ വരുമ്പം മിക്കപ്പോഴും കൗൺസിലിംഗ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ആരും സഹായിക്കാനില്ല, ഇങ്ങനെയൊക്കെയാണ് അവരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ വരുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് മനുഷ്യർക്കുണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബവും അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആളുകൾക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനൊരു മാസ്റ്റർ മൈൻഡ് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ്, നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയോ ഉണ്ട്, ഇനി ആരും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉണ്ടെന്നുള്ളൊരു സന്തോഷം. ഒരുപാട് ഐഡിയാസ് കിട്ടും, ഓരോരുത്തരുടെ ബുദ്ധികൾ നമുക്ക് ഓരോന്നിനും ഉപയോഗിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു ഐഡിയ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ശരിയാണ് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ ഐഡിയ കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു പുതിയ ഐഡിയ വരുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഇനി ചിലർ ഡീമോട്ടിവേറ്റ് ചെയ്താൽ പോലും നിന്നെ കൊണ്ട് അതൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഒരു വാശിയിൽ നമുക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ, ഞാൻ ഉപദേശിക്കുന്നതല്ല, നെപ്പോളിയൻ ഹില്ലിന്റെ ഉപദേശത്തിൽ ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പറ്റം ആൾക്കാരുടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കുകയും നല്ല സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുകയും, ഇപ്പം നല്ലതല്ല എന്ന് വിചാരിച്ച് ചിലരുമായിട്ട് നമ്മൾ ബന്ധം പിരിയണമെന്നൊന്നുമില്ല, എന്നാലും നമ്മൾ ആവശ്യത്തിന് മാത്രം ബന്ധം പുലർത്തുകയും ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുഹൃത്തുക്കളെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റട്ടെ, അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ബൈ.